ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന് ഇതുവരെ ഒരു കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടെത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല. ജീനിയസ് സ്പോർട്സിന്റെ ഒരു ബിഡ് അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ ഇതിനോട് ക്ലബ്ബുകൾക്ക് താല്പര്യമില്ല. മറിച്ച് ക്ലബ്ബുകൾ ഫെഡറേഷന് മുന്നിൽ മറ്റൊരു മോഡൽ അവതരിപ്പിച്ചിരുന്നു. അതായത് പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾ തന്നെ ലീഗ് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു മോഡൽ ഫെഡറേഷന് മുന്നിൽ ക്ലബ്ബുകൾ അവതരിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ടൈംസ് ഓഫ് ഇന്ത്യയിലെ മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ക്ലബ്ബുകൾ അവതരിപ്പിച്ച ഈ മോഡലിനോട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വലിയ താല്പര്യമില്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറിച്ച് ജീനിയസ് സ്പോർട്സിന്റെ ബിഡ് സ്വീകരിക്കാനാണ് അവരുടെ തീരുമാനം. ഇത് ക്ലബ്ബുകളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ജീനിയസ് സ്പോർട്സിന്റെ ബിഡ് പ്രകാരം ക്ലബ്ബുകൾക്ക് വലിയ ലാഭമില്ല, നഷ്ടത്തിൽ അവർ പ്രവർത്തിക്കേണ്ടി വരും. എന്നാൽ ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകരമായ ഒരു കാര്യമാണ്, നല്ല വരുമാനം അതിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീനിയസ് സ്പോർട്സിന്റെ ബിഡ് സ്വീകരിക്കാനാണ് ഫെഡറേഷന്റെ ഒരു തീരുമാനം. ഇത് ISL ക്ലബ്ബുകളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ പോയാൽ മുന്നോട്ട് തുടരാൻ കഴിയില്ല എന്നാണ് ISL ക്ലബ്ബുകൾ കരുതുന്നത്. ഇന്നലെ എല്ലാ ISL ക്ലബ്ബുകളും ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതായത് ഇനി ISLുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ക്ലബ്ബുകൾ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിരുന്നത്. ഇത് തന്നെയാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 11ഓളം വരുന്ന ISL ക്ലബ്ബുകൾ തങ്ങളുടെ തീരുമാനത്തിൽ ഇപ്പോൾ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിന് ശേഷം അടുത്ത സീസണുകളിൽ ISLൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ക്ലബ്ബുകൾ വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ക്ലബ്ബുകളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ക്ലബ്ബുകളുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ISLൽ നിന്നും പിൻവാങ്ങാനാണ് 11 ക്ലബ്ബുകൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലബ്ബുകൾക്ക് ഇപ്പോൾ മടുത്തു തുടങ്ങിയിട്ടുണ്ട്, ഫെഡറേഷനെ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ പങ്കെടുക്കണം എന്ന കാര്യത്തിൽ ഇപ്പോൾ അവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.